എല്ലാവർക്കും നമസ്കാരം. മഴ തോർന്ന് നല്ലൊരു രാവിലെയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കേക്കാണ്. അപ്പോൾ മാംഗോ കേക്കിൻ്റെ ഓർഡറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേസ് ഉണ്ടാക്കി. ബേസിൻ്റെ ഒത്തിരി റെസിപ്പി ഞാൻ വാനില കേക്കിൻ്റെ ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് കാണിക്കുന്നില്ല. അപ്പം കേക്കിൻ്റെ ബേസ് ഞാൻ ആദ്യം തയ്യാറാക്കി. എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഞാൻ 8 ഇഞ്ചിൻ്റെ ടിന്നാണ് ഇതിലാണ് കേക്ക് ബേക്ക് ചെയ്തത്, 1 kg കേക്ക്. എന്നിട്ട് അതിന് 5 ലെയറായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അതിന് മിൽക്ക് ഞാൻ ഒരു ഡയല്യൂട്ട് ചെയ്ത മിൽക്ക് മെയ്ഡാണ് ഞാൻ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ മധുരവും തോന്നില്ല, നല്ലൊരു മിൽക്കി ഫ്ലേവറും കൂടി നമുക്ക് തോന്നും. എന്നിട്ട് മാംഗോ ഫില്ലിങ് ഞാൻ ഇടയിൽ കൊടുക്കുന്നതാണ്. ഈ മാംഗോ ഫില്ലിങ് തൊലി കളഞ്ഞ നല്ല പഴുത്ത മാങ്ങ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിക്കുക, ജസ്റ്റ് അധികം അരയാൻ പാടില്ല. എന്നിട്ട് അതിൽ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുന്നതുവരെ നമ്മളൊന്ന് അത് ചൂടാക്കി എടുക്കണം. ഏകദേശം ഒരു ജാമിൻ്റെ പരുവത്തിൽ, അധികം ജാമിനെ പോലെ കട്ടിയാവരുത്. അതിനു മുന്നേ നമ്മൾ തീന്ന് മാറ്റിയിട്ട് തണുപ്പിച്ചിട്ട് കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കേക്കിൻ്റെ ഫില്ലിങ് ഓരോ ലെയറിലും കൊടുത്തിട്ട് നമ്മൾ ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യും. അപ്പോൾ ക്രീമിന് ഞാൻ ലൈറ്റായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആ പ്യുവർ വൈറ്റ് ആകുമ്പോൾ അതിനൊരു ഡിസൈനിങ് മാംഗോ കേക്കിനായിട്ട് ഒരു മാച്ച് വരാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ യെല്ലോ ഒരു ഡ്രോപ്സ് ഞാൻ ക്രീമിൽ മിക്സ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഐസിങ് ചെയ്തത്. മാംഗോ കേക്ക് ആയാലും അഥവാ ഏത് ഫ്രഷ് കേക്ക് ആയാലും, ഫ്രഷ് ഫ്രൂട്ട് കേക്ക് ആയാലും ഞാൻ ഫ്ലേവറൊന്നും ഞാൻ വേറെ എക്സ്ട്രാ ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കാറില്ല. ആ ഒറിജിനൽ ഫ്രൂട്ട്സ് തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് ഒരു ക്രഷ് രൂപത്തിലാക്കിയിട്ട് ഞാൻ ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. ആ ഫില്ലിംഗ് കൊടുത്താൽ തന്നെ കേക്കിന് നല്ല ഫ്ലേവറും നല്ല രുചിയും എക്സാക്റ്റ് ആ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും നമുക്ക് കിട്ടും. ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കുമ്പോൾ ഭയങ്കര ഒരു കുത്തലായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഹോം മെയ്ഡും നല്ലൊരു ഒരു ഫീല് കഴിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. പക്ഷേ സിമ്പിളും അതേ ഭയങ്കര എലഗൻറ്റും ആയിരിക്കും. നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാനും എളുപ്പമാണ്. ചെറിയ പൈപ്പിംഗ് നോസിൽ, റൗണ്ട് ചെറിയ പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് മുകളിൽ വട്ടത്തിൽ ഒരു 5-6 ചുറ്റിയിട്ട് സൈഡിൽ മാംഗോ പീസസ് വെച്ച് കൊടുത്തു. അതിൻ്റെ സൈഡിലായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ചെറി, ഒറിജിനൽ ചെറി അല്ലാട്ടോ, അത് കാണുമ്പോൾ ഒറിജിനലാണ് തോന്നുന്നുണ്ടെങ്കിലും അത് ഞാനൊരു റെഡ് ഫോണ്ടനിൽ ഇത്തിരി ഒരു നുള്ള് ബ്ലാക്ക് ഫോണ്ടനിൽ മിക്സ് ചെയ്യുമ്പോൾ ആ ചെറീൻ്റെ ആ മറൂൺ ഫ്ലേവർ കളർ കിട്ടും. എന്നിട്ട് അത് ചെറിയ ഉരുളയാക്കിയിട്ട് അതിൻ്റെ തുമ്പത്ത് ഒരു ഗ്രീനിൻ്റെ ഫോണ്ടനിൻ്റെ ഒരു ലൈനും കൂടി വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ ചെറീൻ്റെ ലുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് അതും കൂടി വെക്കുമ്പോൾ ഒരു അട്രാക്ഷൻ, റെഡ് ഒരു എടുത്ത് കാണിക്കും. യെല്ലോയും റെഡും വൈറ്റും എല്ലാം കൂടുമ്പോൾ നല്ലൊരു ഭംഗി തോന്നും. എന്നിട്ട് നമ്മുടെ ഒരു പുതിനേൻ്റെ ഒരു ലീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രീനും കൂടി വെക്കുമ്പോൾ കേക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും. ഇതിൻ്റെ സൈഡിലെ ട്രിപ്പ് എന്ന് പറയുന്നത് ആ മാംഗോ ഫില്ലിങ് കൊടുത്ത അത് തന്നെയാണ്. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ഞാനിങ്ങനെ സൈഡിൽ ഒറ്റിച്ച് കൊടുത്തതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സ്ക്വയർ കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലും ഈ പൈപ്പിങ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ചെറിയ ഒരു മാംഗോ കഷ്ണവും ഒരു ലീഫും കൂടി വെച്ച് കൊടുത്തു. ഈ ഒരു മാംഗോ കേക്ക് ഡിസൈൻ എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നിയ ഒരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഏത് കേക്കിൻ്റെയും ടേസ്റ്റ് കൂടുന്നത് അതിൻ്റെ മോയിസ്റ്റ് ആവുമ്പോഴാണ്. അപ്പോൾ നന്നായി തന്നെ ഷുഗർ സിറപ്പിലോ അഥവാ പാലിലോ കേക്കിനെ സോക്ക് ചെയ്യണം. അതിനുശേഷം ഐസിങ് ചെയ്തതിന് ശേഷം ഫില്ലിങ്ങൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നല്ല ക്രം കോട്ടിങ്ങും ഒക്കെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ ഒരു 2-3 അവേഴ്സെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.